بسم الله الرحمن الرحيم آمنا کا لال آیا آمنا کا لال آمنا کا لال آیا آمنا کا لال آمنہ کا لال آیا آمنہ کا لال آمنہ کا لال آیا آمنہ کا لال رحمت کا بادل جایا سب حور و ملک نے گایا رحمت کا بادل جایا سب حور و ملک نے گایا دیکھو شاہ مدینہ آیا آمنا کا لال آیا آمنا کا لال آمنہ کا لال آیا آمنہ کا لال آمنہ کا لال آیا آمنہ کا لال آمنا بیبی تیرا بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا الله الحمد لله الحمد لله الذي جعل سيدنا محمدا صلى الله عليه وسلم مزكيا وأنقذنا من النار بالتزكية الرحمانية والصلاة والسلام على من زكى أصحابه بالإيمان والهداية وعلى آله وأصحابه الذين زكوا أنفسهم عن الخسائس والرذائل بالعبادة والتقوى والفيضان من الله سبحانه أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا
قلت حيلتنا أدركنا. أيها العلماء الكرام والسادات العظام، أيها الحفل الكريم، نحييكم بتحية الإسلام والمسلمين. السلام عليكم ورحمة الله. إخوتنا الأعزاء، إن هذا الدين دين التزكية، تزكية القلب من الكفر والشرك والبدعة والكبر والعجب والحسد والحقد والسمعة والرياء وغيرها من الأوصاف الذميمة. جعلنا الله وإياكم ممن يزكي القلوب ويطهرها بمحبة الرسول صلى الله عليه وسلم وبالاعتقاد الصحيح. والحمد لله رب العالمين وشكرا. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, വിശിഷ്ട അതിഥികൾ, വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, മജ്മഉ തസ്കിയത്തുൽ ഇസ്ലാമിയ്യ ഇതിൻ്റെ 18 വർഷം പിന്നിട്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപഹാരങ്ങൾ നൽകുകയാണ്. ആ ഉപഹാരത്തിൽ എനിക്ക് നിങ്ങളെ മുമ്പിൽ വെക്കാനുള്ളത് സ്ഥാപനത്തിൻ്റെ പേർ അറിയിക്കുന്ന അതേ തസ്കിയത്തുൽ ഖൽബ് തന്നെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം. അല്ലാഹുവേ, എൻ്റെ പിൻതലമുറകളിൽ അതിമഹത്തായ ഒരു റസൂലിനെ നീ അയക്കണം. ആ റസൂൽ ജനങ്ങൾക്ക് തസ്കിയത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉള്ള അതിമഹത്തായ ബഹുന്നതരായ ഒരു വ്യക്തിയെ റസൂലായി നീ അയക്കണം അല്ലാഹ് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. ദുആ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വബ്അസ് ഫീഹിം റസൂലൻ എന്ന് നക്കിറയായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അഅറഫുൽ മആരിഫ് അല്ലാഹു എന്ന് കഴിഞ്ഞാൽ പിന്നെ അഅറഫുൽ മആരിഫിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. മറ്റൊരായത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും.
മറ്റൊരായത്തിൽ അല്ലാഹു പഠിപ്പിച്ചു ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം. ഇവിടെ രണ്ട് ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിൻഹും എന്ന് പറഞ്ഞതിന് ഒന്നുകൂടി വ്യാഖ്യാനമായ തലക്ക് നമുക്ക് പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻഹും എന്നതിന് മിൻ അൻഫുസിഹിം എന്ന് ഖുർആനിൽ പറഞ്ഞു. മിൻഹും എന്ന് ചിലപ്പോൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കൂട്ടത്തിൽപ്പെട്ടവരായിക്കൊള്ളണമെന്നില്ല. കാന ഇബ്ലീസു മിൻഹും, ഇബ്ലീസ് മലായിക്കത്തിന്റെ കൂടെയായിരുന്നു, കൂട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് മലക്ക് അല്ല, മറിച്ച് ഇബ്ലീസ് അവരുടെ കൂടെ നടക്കുന്ന ഒരാൾ എന്നേ അവിടെ അർത്ഥമുള്ളൂ. എന്നാൽ റബ്ബന വബഅസ് ഫീഹിം എന്നതിന്റെ അർത്ഥം മിൻ അൻഫുസിഹിം എന്ന് ആകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ യത്ലു അലൈഹിം ആയാതിക വയഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം എന്ന് ആദ്യമായി തഅലീമും രണ്ടാമതായി തസ്കിയത്തുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അല്ലാഹു പറയുന്നു ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയഅല്ലിമുഹുൽ കിതാബ. ഈ ആയത്തിലും ലഖദ് മന്നല്ലാഹു എന്ന ആയത്തിലും രണ്ട് ആയത്തിലും അല്ലാഹു തആല തസ്കിയത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ട് തഅലീമിനെ പിന്നിലാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം ഇപ്പോൾ നിങ്ങളോടൊരു പൊതു സ്റ്റേജിൽ പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, അങ്ങനെ അല്ലാഹു തആല മിൻ അൻഫുസിഹിം മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ യഥാർത്ഥ മനുഷ്യരുടെ നഫ്സിൽ നിന്ന് തന്നെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചു. അത് തസ്കിയത്തിനു വേണ്ടിയാണ്. ഒരൊറ്റ ചോദ്യം, എന്തിനാണ് ലിമ ബുഇസ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് എന്തിനാണ് അയക്കപ്പെട്ടത് എന്ന ഒറ്റ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടി യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് അവരെ തസ്കിയത്ത് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനങ്ങൾ ധാരാളമായി നടക്കുകയാണ്. ഈ പ്രവർത്തകന്മാരെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ എത്രയോ സമ്മേളനം നടന്നു. എല്ലാ സമ്മേളനത്തിലും വളരെ ആവേശത്തോടു കൂടി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വന്നു. അങ്ങനെ എവിടെ സമ്മേളനമുണ്ടോ, എവിടെ ആലിമീങ്ങളെ പ്രസംഗമുണ്ടോ, എവിടെ ദീനിന്റെ പ്രചോദനം നൽകുന്ന പ്രവർത്തനമുണ്ടോ, അത് മുഴുവനും നോക്കിക്കണ്ട് മനസ്സിലാക്കി പണം ചെലവഴിച്ച് വളരെ ആവേശത്തോടു കൂടി പോകുന്ന ജനങ്ങൾ, അൽഹംദുലില്ലാഹ്, ഞാനിത് കാണുമ്പോൾ ഏത് സമയത്തും ആലോചിക്കാറുള്ളത്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തുകളിൽ ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാകും, അവർ സത്യത്തിന്മേൽ വെളിവായി പ്രത്യക്ഷമായി ഉറച്ചു നിൽക്കുന്നവരാണ്. ലാ യദുർറുഹും മൻ ഖാലഫഹും, അവരോട് ആര് എതിർത്താലും അവരെ അതിൽ നിന്ന് തടയാൻ സാധിക്കുകയില്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് മുന്നേറുന്ന ഒരു വിഭാഗം ഇവിടെ എപ്പോഴും ഉണ്ടാകുമെന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ അതിനെ അന്വർത്ഥമാക്കുന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അല്ലാഹു തആല
നമ്മുടെ ഈ സമ്മേളനങ്ങളും നമ്മുടെ ഒരുമിച്ച് കൂടലുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലുള്ള ഒരു രോമം ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ തീർച്ചയായും അവന്റെ ഹൃദയത്തിന് തസ്കിയത്തുണ്ടാകും. മുഅ്മിനായ മനുഷ്യൻ കണ്ടാൽ. മുഅ്മിനല്ലാത്തവർക്ക് പ്രയോജനമില്ല. അതെങ്ങനെയാണല്ലോ? സഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ ഒരു സെക്കൻഡെങ്കിലും ഒരുമിച്ച് കൂടിയ മുഅ്മിനായ വ്യക്തിയാണ് സഹാബി എന്ന് പറയുന്നത്. അതേ സമയത്ത് അതേ കാലത്ത് തന്നെ അബൂജഹൽ ഉണ്ടായിരുന്നു. അവൻ ആ കാണൽ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇവിടെ ഒരു കൂട്ടരുണ്ട്. ഈ മുടി എവിടുന്ന് കിട്ടിയതാ? അത് കാന്തപുരത്തിന്റെ താടിയാണോ, മുടിയാണോ, തലയാണോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അവർക്കങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷഅർ കിട്ടാൻ ഭാഗ്യമില്ല. അതുകൊണ്ട് അസൂയപ്പെട്ട് എന്തോ പറയുന്നു എന്നല്ലാതെ എന്തു പറയാൻ. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, നമുക്ക് ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ഹൃദയം ഈമാന് കൊണ്ട് വെളിവാവണം, ഈമാന് കൊണ്ട് ശുദ്ധിയാകണം. ബിദ്അത്തിന്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഹൃദയത്തിൽ വരാൻ പാടില്ല. പുത്തൻ പ്രസ്ഥാനക്കാരുടെ പിഴച്ച വാദഗതികൾ അത് തെറ്റാണെന്നതിൽ ആർക്കും തർക്കമില്ല, സംശയമില്ല. എന്തുകൊണ്ട്? ഇവിടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് സുന്നത്ത് ജമാഅത്താണ്. സഹാബത്ത് പഠിപ്പിച്ചത് സുന്നത്ത് ജമാഅത്താണ്. താബിഉകൾ പഠിപ്പിച്ചത് സുന്നത്ത് ജമാഅത്ത്. മദ്ഹബിന്റെ ഇമാമുകൾ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, അവർ വെറും വുളുവിന്റെ മസ്അല പഠിപ്പിക്കുന്നവർ മാത്രമായിരുന്നില്ല. അവർ നിക്കാഹിന്റെ മസ്അലയിൽ ഫത്വ ചെയ്യുന്നവർ മാത്രമായിരുന്നില്ല. വഖദ് തഖത്തബൽ ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു ഫീ ആഖിരി ഹയാത്തിഹി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ വലിയ വലിയാണ്. അതോടുകൂടി അവസാനമാകുമ്പോൾ ഔലിയാക്കളുടെ ഖുത്ബ്, ഔലിയാക്കളുടെ കേന്ദ്രമായ ഖുത്ബ് എന്ന പദം, എന്ന പദവി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മദ്ഹബിന്റെ ഇമാമുകൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ശരിക്കും ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളവർ ആണ്. അവരും സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരാണ്. മഹാനായ ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ അഖ്താബുകൾ അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. ഖുത്ബുൽ അഖ്താബിന്റെ കിതാബുൽ ഗുന്യത്തി ലിതാലിബി തരീഖിൽ ഹഖ് എന്ന കിതാബിൽ അവർ പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലുസുന്നത്തി വൽ ജമാഅ. മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ് ഇത്തിബാഉ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് അനുഗമിക്കൽ. ആർക്ക്? മുഅ്മിന്. അവിടെ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഇതൊന്നുമില്ല. ആര് ഏത് മദ്ഹബുകാരനായാലും മുഅ്മിൻ ആയ മനുഷ്യൻ അവന്റെ ഈമാൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഈമാൻ നിലനിൽക്കുന്നതിന് വേണ്ടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ മുറുകെ പിടിക്കൽ നിർബന്ധമാണ്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അവിടം മുതൽ ഇവിടം വരെ ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിൽ മംബറമി റളിയല്ലാഹു അൻഹു മഹാനവർകൾ, ഖുത്ബുസ്സമാൻ, ഖുത്ബുൽ ആലം,
الشيخ محمد أبو بكر المدبوري قدس الله سره ونفعنا به മഹാനവറുകൾ. മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി അവരെങ്ങനെയാണെന്നറിയോ? എത്രയാണ് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചത് കൊണ്ട്, റസൂലുള്ളാഹിനെ ആദരിച്ചത് കൊണ്ട് കിട്ടിയ പദവിയാണ് അവിടത്തേക്ക്. സുബ്ഹാനല്ലാഹ്, പറയാൻ സമയമില്ല, ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. അത്രയും അധികം തഅദീബ് ചെയ്ത് റസൂലുള്ളാഹിന്റെ ആനെ തഅദീബ് ചെയ്ത്, റസൂലുള്ള തൊട്ടതിലെ തഅദീബ് ചെയ്ത്, റസൂലുള്ള നോക്കിയതിലെ തഅദീബ് ചെയ്ത്, റസൂലുള്ള കണ്ടതിലെ തഅദീബ് ചെയ്ത്, അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കുകയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തവരായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടം മുതൽ ഇവിടം വരെ നാം നോക്കിയാൽ നാം കാണുന്നത് മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ നിരയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഈ നിര മാത്രമാണ് ഹൃദയത്തിന്റെ ശുദ്ധിയുള്ളവർ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടും ഇവിടുത്തെ ഭരണാധികാരികളോടും പ്രത്യേകിച്ച് ഹോം മിനിസ്ട്രിയോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭരണം ഇവിടെ നിലനിൽക്കുന്നത് ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ഏത് ഭരിക്കുന്നവരായാലും യഥാർത്ഥത്തിൽ ഇവിടെ രാജ്യം ഭരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് ഹൃദയം ശുദ്ധി ചെയ്ത ആളുകൾ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതിന് വിദ്യാഭ്യാസവും അതിന് പുരോഗതിയും വരുത്താൻ ഇവിടുത്തെ മുസ്ലിം സമുദായം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ്. ഇത് ഞാൻ പറയുമ്പോ ചില ആളുകൾക്ക് മനസ്സിലായില്ല എന്ന് വരാം. സഹോദരങ്ങളെ, ഭീകരതയും തീവ്രതയും ഇസ്ലാമിന് അന്യമാണ്, മനുഷ്യത്വത്തിന് അന്യമാണ്, മനുഷ്യത്വത്തോട് നിരക്കാത്തതാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത് ആരാണ്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണ് ധാർമ്മിക ബോധമുള്ള, ആത്മീയ ചിന്തയുള്ള അറിവിവിടെ പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുന്ന ആളുകൾ വളർന്നു വരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകം തന്നെ നിലനിൽക്കുന്നത്. ഇതില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം നിലനിൽക്കുകയില്ല. എന്നിട്ട് ഈ പിന്നോക്ക ഈ മുസ്ലിംകളെയും അതുപോലുള്ള പിന്നോക്ക സമുദായങ്ങളെയും ഒക്കെ ചവിട്ടിത്തേക്കുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായാൽ അത് അനുവദിച്ചുകൂടാ. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളെ കേൾപ്പിച്ചതുപോലെ ഓരോ മാസവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോ ഓരോ പുതിയ പുതിയ കമ്മീഷൻ വരും. നീക്കിൽ ചെല്ലുന്നത് പോലെ കുറെ എങ്ങനെ നരേന്ദ്ര കമ്മീഷൻ എന്ന് കുറെ കാലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മറക്കാനാകുമ്പോഴേക്ക് പിന്നെ സച്ചാർ കമ്മീഷനായി. പിന്നെ ഇപ്പൊ എത്ര കമ്മീഷൻ വന്നു? അങ്ങനെ 6 മാസം കൂടുമ്പോ 3 മാസം കൂടുമ്പോ 1 കൊല്ലം കൂടുമ്പോ കുറെ കമ്മീഷനെ വെച്ചു. എല്ലാ കമ്മീഷന്മാരും മുസ്ലിമീങ്ങൾ ഇവിടെ പിന്നോക്കാവസ്ഥയിലാണ്. അതുപോലെ മറ്റു ചില പിന്നോക്കാവസ്ഥക്കാരുണ്ട്, അവർക്ക് അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം എന്ന് പറയുകയല്ലാതെ എവിടെ കൊടുക്കുന്നു? എന്നിട്ട് ഇപ്പൊ പുതിയൊരു കണ്ടുപിടുത്തം, മുന്നോക്കത്തിൽപ്പെട്ടവർക്ക് അതിലും പിന്നോക്കൊണ്ട് ആ പിന്നോക്കക്കാർക്കും കൂടി സംവരണം ചെയ്യണോ? അതിന് വേറെ വഴി നോക്കണം ഗവൺമെന്റ്. മുന്നോക്കക്കാർക്ക് പിന്നോക്കക്കാർക്ക് എടുത്തു കൊടുക്കലല്ല, പിന്നോക്ക സമുദായത്തിന്റെ അവകാശം എടുത്തിട്ട് മറ്റവർക്ക് കൊടുക്കലല്ല, ഈ അവകാശം ഇവർക്ക് തന്നെ കൊടുക്കുക. പിന്നോക്കത്തിൽ പിന്നോക്കുണ്ടെങ്കിൽ അവർക്ക് പുരോഗതി ഉണ്ടാവാനും കൈയുണ്ടാവാനും അവർ വേറെ മാർഗങ്ങൾ ഗവൺമെന്റ് നോക്കണം. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, കമ്പനികൾ ഉണ്ടാക്കണം, ഫാക്ടറികൾ ഉണ്ടാക്കണം. എന്നിട്ട് പിന്നോക്ക സമുദായത്തിന്റെ പിന്നോക്കക്കാർക്ക് തൊഴിൽ കൊടുത്ത് അവരെ ഉയർത്തട്ടെ, അതിന് വിരോധമില്ല. അതേ സമയത്ത് പിന്നോക്ക സമുദായത്തിനുള്ളത് എടുത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമെന്ത്? എന്നാലും ഈ പിന്നോക്കക്കാർ ന്യൂനപക്ഷങ്ങൾ അവർ ഇങ്ങനെ എന്നും ന്യൂനപക്ഷമായി നിൽക്കണമെന്നാണോ?
അത് ഒരിക്കലും ഇവിടെ അനുവദിക്കുകയില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അക്കാലൊക്കെ പോയി. അത് ഒരിക്കലും ഇവിടെ ലോകം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നത്, രാഷ്ട്രീയക്കാർ നിലനിൽക്കുന്നത്, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ്, ഇതെല്ലാം ഇവിടുത്തെ ധാർമ്മിക ബോധമുള്ള, ആത്മീയ ബോധമുള്ള, തസ്കിയത്തുൽ ഖൽബുള്ള ജനങ്ങൾ വളർന്നു വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരോട്, കാരണവന്മാരോട്, എല്ലാവരോടും ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളിങ്ങനെ ചോദിക്കും നിങ്ങളോട്. നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് കാശ് ചോദിക്കൂല എന്ന് പറയില്ല. ഇന്ന് ചോദിച്ചാൽ നാളെയും ചോദിക്കും. ചിലര് ഇനി ഒന്നും ചോദിക്കണ്ടേ, ഇപ്പൊ തൽക്കാലം അങ്ങനെ ആക്കാന്ന്. ഇല്ല, മരിക്കുന്ന വരെ ചോദിക്കുക, മരിക്കുന്ന വരെ കൊടുക്കുക, അല്ലാതെ നിവൃത്തിയില്ല. ഏതായാലും ഞങ്ങളിങ്ങനെ കുറെ കൂട്ടര്, സ്ഥാപനം ഉണ്ടാക്കുന്നവര്, പള്ളി ഉണ്ടാക്കുന്നവര്, ചോദിക്കുന്നവര്, അല്ലാഹു തആല അങ്ങനെയാണ് കുറെ ആളുകളെ നിശ്ചയിച്ചത്. വേറെ കുറെ ആളുകളെ മുതലുണ്ടാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു, അവരിങ്ങോട്ട് കൊടുക്കണം. അപ്പോഴല്ലേ ഇതൊക്കെ നടക്കും. കൊടുത്തിട്ടാണല്ലോ ഇതെല്ലാം ഉണ്ടായത്. ഈ മജ്മഅ തുടങ്ങിയ കാലത്ത് നമുക്കൊരു മദ്രസ തുടങ്ങണം. പെട്ടെന്ന് ഞാൻ നമ്മളെ അരിക്കാടൻ ബാബാ സാഹിബിനെ വിളിച്ച് പറഞ്ഞ് നമുക്കൊരു മദ്രസ തുടങ്ങണം. മദ്രസക്ക് കെട്ടിടമൊന്നുമില്ലല്ലോ. കെട്ടിടമൊക്കെ നമുക്ക് പിന്നുണ്ടാക്കാം, നിങ്ങളവിടെ ഓല കെട്ടി തുടങ്ങിക്കോളി എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പര് വിളിച്ചു പറയുന്നത്, ഉസ്താദ് ഓല സെറ്റ് കെട്ടിയിട്ടുണ്ട് മദ്രസ തുടങ്ങാൻ, അതുകൊണ്ട് സംഭവം തരണം, തുടങ്ങി തരണം. തുടങ്ങി. അങ്ങനെ ഓല സെറ്റ് തുടങ്ങി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് ഈ കാണുന്ന കെട്ടിടങ്ങളും അതിന് പുറമെ മറ്റ് പുറത്തുള്ളതും എല്ലാം ഉണ്ടായില്ലേ? ഇതാര് കൊടുത്തതാണ്? നിങ്ങൾ തന്നതാണ്. ഈ നാട്ടുകാരും അയൽ നാട്ടുകാരും തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അവന്റെ പൊരുത്തം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇവിടെ എന്ത് ലോകം അട്ടിമറിഞ്ഞാലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനം ഇവിടെ നിലനിൽക്കണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അല്ലാഹുവിനെ പ്രിയം വെക്കുന്നവരുണ്ടാവണം. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങളായ ജനങ്ങൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കുന്നവരാണ്. അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങളെല്ലാവരും എന്നെ പ്രിയം വെക്കുന്നു. അല്ലാഹ്, ആ മഹബ്ബത്ത് ഞങ്ങൾക്ക് ഏറ്റി തരണം അല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന നിഅമത്ത് എണ്ണിയാൽ മതിയാവുകയില്ല. അല്ലാഹു തആല അവന്റെ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന നിഅമത്ത് എത്രയാണ്, അത് പറയാൻ സാധ്യമല്ല. അങ്ങനെ നമുക്ക് തന്ന നിഅമത്തുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്നറിയുമോ? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അയച്ചു തന്നു. ആ നബി തങ്ങൾ വഴിയായി അല്ലാഹുവിനെ അറിയാൻ നമുക്ക് തൗഫീഖ് തന്നു. അല്ലാഹുവിനെ സംബന്ധിച്ച വിശ്വാസം നമ്മളെ കൽബിലിട്ട് തന്നു. ഞാൻ ഈ കൂടിയ ജനങ്ങളോട് ചോദിക്കുന്നു, അഖില ലോക ചരാചരങ്ങൾ ഒന്നായി നിങ്ങളെ കയ്യിലേക്ക് അങ്ങോട്ട് തരാം. ആകാശവും ഭൂമിയും നിങ്ങളെ കയ്യിലേക്ക് അങ്ങോട്ട് തരാം. ഇവിടത്തെ രാജാധികാരം നിങ്ങളെ കയ്യിലേക്ക് അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ കലിമത്തു തൗഹീദ് നമ്മൾ കൈവിടുകയില്ല. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും ഒഴിവാക്കണം, നിനക്ക് ദുന്യാവിന്റെ ചക്രവർത്തിയാക്കി തരാം എന്ന് പറഞ്ഞാൽ വല്ലാഹി വല്ലാഹി
നാം ഒരിക്കലും അത് ഒഴിവാക്കുന്നില്ല. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ وذلك في ذات الإله وإن يشاء يبارك على أوصال شلو ممزع. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞതാണല്ലോ, ഞാൻ അല്ലാഹുവിൻ്റെ ദാത്തിൻ, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു വിലയും അതിനെ വെക്കുന്നില്ല. എന്നെ മുറിച്ച് കഷ്ണം കഷ്ടമായി ധൂളി ധൂളിയാക്കപ്പെട്ടാലും എന്നെ രണ്ടാമത് ഒരുമിച്ച് കൂട്ടി സ്വർഗം തരാൻ കഴിവുള്ള അള്ളാഹുവിന്റെ ദീനിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയ്യും കാലും മലർത്തിക്കടത്തി പിടിച്ചു കെട്ടിയിട്ട് മന്ദവാരത്തിലൂടെ ഇരുമ്പിന്റെ വടിയിറക്കിയ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് ആ ഇരുമ്പിന്റെ വടി ഇങ്ങനെ താഴ്ത്തുന്നു പോറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹീദായി പോയ ഇസ്ലാമിലെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഷഹീദത്തായ സുമയ്യത്ത് ബീവി റളിയല്ലാഹു അൻഹാ, അവരുടെ ഈമാനിൽ നിന്ന് ഞാനും നിങ്ങളും പാഠം ഉൾക്കൊള്ളണം സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് വന്ന് തവാഫ് ചെയ്യുന്ന സമയത്ത് ഇരുമ്പിന്റെ വടികൾ കൊണ്ട് എല്ലിൻ കഷ്ണങ്ങളെ കൊണ്ട് അടിക്കുകയും കല്ലെടുത്ത് എറിഞ്ഞ് തലക്ക് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ ഉറച്ചുനിന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം സഹോദരങ്ങളെ. അങ്ങനെ എത്രയെത്രയോ സഹാബികളും താബികളും ഔലിയാക്കളും അതാ ഇവിടെ കഴിഞ്ഞുപോയി. അവരെല്ലാവരും ഉയർത്തിപ്പിടിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കലിമത്തു തൗഹീദാണ് അവര് മുഴുവനും ഉയർത്തിപ്പിടിച്ചത്. ഈ കലിമത്തു തൗഹീദാണ് അവര് മുഴുവനും ഉച്ചരിച്ചിട്ടുള്ളത്. ഈ കലിമത്തു തൗഹീദാണ് അവരെ ഖൽബിൽ ഉറച്ചിട്ടുള്ളത്. അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് ദീന്, അതാണ് മനുഷ്യത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, ഇന്നിവിടെ എന്തൊക്കെയോ നടക്കുന്നു ലോകത്ത്. നമ്മുടെ മദ്രാസ് ചീഫ് മുഫ്തി സാഹിബ് തൻ്റെ അറബി പ്രസംഗത്തിൽ പറഞ്ഞു, തലേക്കെട്ട് കെട്ടുന്നവരെ കളിയാക്കുന്നവർ ലോകത്തുണ്ട്, തലേക്കെട്ട് കെട്ടുന്നവരെ എതിർക്കുന്നവരുണ്ട്, തലേക്കെട്ടുകാരെ കാണാൻ പറ്റാത്തവരുണ്ട്. അതൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ ഷിആറായ തലയെക്കെട്ടും താടിയും കുപ്പായവും ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഒന്ന് ലോകം തിരിയാത്തവരാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ അവരെ ചവിട്ടിത്തേക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വിഭാഗം മുബത്തദീകൾ ഇവിടെ ഉണ്ടായിരുന്നു. മുബത്തദീകൾ ഇങ്ങോട്ട് വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഫുടമായി ഇംഗ്ലീഷ് പഠിക്കാൻ 10 വിദ്യാർത്ഥികളെ തയ്യാറാക്കി, വേണമെങ്കിൽ 10 കലിമത്ത് അറബി ഭാഷയിൽ സംസാരിക്കാൻ തയ്യാറാക്കി. അതോടുകൂടി സുന്നികളൊക്കെ കുടിച്ചു മൂടപ്പെട്ടു പോയി എന്ന് ധരിച്ചിരുന്നവരുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ആ ചിന്ത അവരെ ഹൃദയത്തിൽ നിന്ന് തന്നെ സുന്നികളെ ഇവിടുന്ന് എടുത്ത് മാറ്റിക്കളയാമെന്ന ആ ചിന്ത അവരെ ഹൃദയത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ മാത്രം നമ്മുടെ വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഉയർന്നു വളർന്നു, അതാ വളർന്നു വന്നിച്ചു വരുന്നു. അറബി സംസാരിക്കാൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഉറുദു സംസാരിക്കാൻ, തമിഴ് സംസാരിക്കാൻ, അങ്ങനെ 6, 7, 8 ഭാഷ സംസാരിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിയോ നിങ്ങൾ? 8 ഭാഷ സംസാരിക്കാൻ അറിയുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ മർക്കസ് തഖാഫത്ത് സുന്നിയയിൽ നിന്നും അതുപോലെ മജ്മഅയിൽ നിന്നും മറ്റ്
ഇഹ്യാഉത്തുന്നയിൽ നിന്നൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അതേസമയം നല്ല തഹ്ഖീഖോടുകൂടി കിതാബ് ഓതി പഠിച്ച്, വെറും ഭാഷ മാത്രമല്ല കിതാബ് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ദർസ് നടത്തുന്ന. അതുകൊണ്ടല്ലേ കിതാബ് പഠിച്ചിട്ടാണ് ഈ വിദ്യാർത്ഥികാർ ഇങ്ങോട്ട് മുട്ടാൻ വരാത്തത്. സുലൈമാൻ സഖാഫിനെ കണ്ടാൽ ഓടും, റഷീദ് സഖാഫിനെ കണ്ടാൽ ഓടും, മറ്റേ അലവി സഖാഫിനെ കണ്ടാൽ വഴി പിന്നെ കാണൂല. അങ്ങനെ എല്ലാ സഖാഫികളും, ഞാൻ 2 നാളെ പേര് പറഞ്ഞേ ഉള്ളൂ, വേറൊരു സഖാഫിനെ കണ്ടാൽ അവർ മെലിഞ്ഞു പോകും. അങ്ങനെ ഓരോ സഖാഫികളെയും അശ്വനികളെയും സൈദികളെയും നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളെ കാണുമ്പോൾ ഇവർ ചൂളിപ്പോകുന്നത് ഈ ഭാഷ അറിയുന്നത് കൊണ്ട് മാത്രമല്ല, നല്ല നിലക്ക് സ്ഫുടമായ നിലക്ക് സംസാരിക്കുന്നതോടൊപ്പം കിതാബിന്റെ ഇബാറത്ത് മുന്നിൽ വെച്ച് അങ്ങോട്ട് വായിച്ചാൽ അതിന് മറുപടി പറയാൻ ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല. ഞാനിത് കിബിറ് പറഞ്ഞതല്ല, അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് നീ അല്ലാഹു ചെയ്ത നിഅ്മത്ത് എടുത്തു പറയണമെന്നാണ്. ആ നിഅ്മത്ത് പറഞ്ഞതാണ് അല്ലാഹു തആല നമുക്ക് ചെയ്ത നിഅ്മത്താണത്. ആ നിഅ്മത്തിന് കാരണക്കാര് നിങ്ങളെപ്പോലുള്ള ജനങ്ങളാണ്, നിങ്ങളെ സഹായമാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ നെറ്റിലൂടെ നമ്മുടെ വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്നു. ഈ നെറ്റുകാർക്കും നമ്മൾ ദുആ ചെയ്യണം. അവരധ്വാനിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു. ഗൾഫ് രാജ്യത്ത് മുഴുക്കെ, ഗൾഫ് എന്നല്ല അറബ് രാഷ്ട്രത്തിൽ മുഴുക്കെ, വിദേശ രാജ്യത്തിൽ മുഴുക്കെ നമ്മുടെ പ്രസംഗവും കേട്ട് ഇപ്പോൾ ഇരിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളുണ്ട്. ഇവിടെ നടക്കുന്ന പരിപാടി കാണുന്ന ജനങ്ങളുണ്ട്. ആ ജനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ദീനിനോട് പ്രിയം വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായം ചെയ്ത് അവർ മുന്നേറുകയാണ്. ഇത് പടച്ച റബ്ബ് നമുക്ക് ചെയ്ത നിഅ്മത്താണ്. അതുകൊണ്ട് കാരണവന്മാരെ, ചെറുപ്പക്കാരെ, നമ്മളാരും അഹങ്കരിച്ചു പോകണ്ട കേട്ടോ. ഒരൽപ്പം പോലും അഹങ്കരിച്ചു പോകണ്ട. നമ്മുടെ സമുദായത്തിൻ്റെ 1/4 ഭാഗം പോലും ഇങ്ങനെ എത്തിയിട്ടില്ല. ഇനിയും എത്രയോ അധികം ഉയരാനുണ്ട്. നമ്മുടെ സമുദായത്തിൻ്റെ പകുതിയോ 1/4 ഭാഗമോ മുഴുവൻ ഭാഗമോ നമുക്ക് ദീനിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരണം. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കണം. 5 നേരത്തെ നിസ്കാരം കൃത്യമായി അല്ലാഹുവിന് നിസ്കരിക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആ മഹാനായ ഹുബൈബിനോട് കൊല്ലപ്പെടാൻ കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു, ഹുബൈബ് നിനക്ക് വല്ല ഇഷ്ടവുമുണ്ടോ? വല്ല സാധനങ്ങളും ഭക്ഷണങ്ങളോ വല്ല പ്രിയപ്പെട്ട വസ്തുക്കളോ ഉണ്ടോ? അത് ഞങ്ങൾ നിനക്ക് പൂർത്തിയാക്കി തരാം, എന്നിട്ട് മാത്രമേ നിന്നെ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്റെ സൃഷ്ടാവായ അല്ലാഹുവിന് 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് സൗകര്യം തരണം എന്ന് പറഞ്ഞു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അവ്വലു മൻ സന്ന ഇൻദൽ ഖത്ലി റക്അത്തൈനി ഹുബൈബ്. കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കാരം നടപ്പിൽ വരുത്തിയ ആദ്യത്തെ വ്യക്തി ഹുബൈബ് തങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് നിസ്കാരമെന്ന ഇബാദത്ത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അർഹമർ റഹീമായ അല്ലാഹുവിനോടുള്ള നേരിട്ട് സംസാരവും അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള നേരിട്ട് സംസാരവും രണ്ടും കൂടി ഒരുമിച്ച് കൂടിയ ഒരു ഇബാദത്ത് നിസ്കാരമല്ലാതെ മറ്റൊന്നുമില്ല. നിസ്കാരത്തിലല്ലാതെ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കുക, അല്ലാഹുവിൻ്റെ ഹബീബിനോട് നേരിട്ട് സംസാരിക്കുക, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടിയ ഒരു ഇബാദത്ത് ഇല്ല. നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നേരിട്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ ആരാധനകൾ ഇബാദത്തുകൾ ഹദിയയായി സമർപ്പിക്കുന്നു, തിരുക്കാഴ്ചയായി സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ സഹായ അഭ്യർത്ഥനകളും നിന്റെ മുമ്പിൽ ഞങ്ങളിതാ തിരുക്കാഴ്ചയായി സമർപ്പിക്കുന്നു അല്ലാ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും കൂട്ടിക്കൊണ്ട് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അവരുടെ ഇബാദത്തുകൾ കൊണ്ടും തവസ്സുൽ ചെയ്ത് അങ്ങനെ ദാത്ത് കൊണ്ടും അമല് കൊണ്ടുമുള്ള രണ്ട് വിധത്തിലുള്ള ഇടതേട്ടവും നടത്തി സാധുവായ മനുഷ്യനാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നോട് ചോദിക്കാൻ മാത്രം പോരാ, അതുകൊണ്ട് മഹാന്മാരുടെ കൂട്ടത്തിലാണ് റബ്ബേ ഞാൻ വരുന്നത്, അവരുടെ ഇബാദത്തിന്റെ കൂടെയാണ് റബ്ബേ എൻ്റെ ഇബാദത്ത് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചിട്ട് മുസ്തഖീമായ നേരായ ചൊവ്വായ വഴിയാകുന്ന ഹിദായത്ത്, ആ ഹിദായത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിലനിർത്തി തരണം അല്ലാഹുവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിനോട് ഹിദായത്തിൽ ഉറപ്പിച്ചു തരാൻ പറയുകയും അള്ളാഹുവിനോട് ഹിദായത്തിനെ വർദ്ധിപ്പിച്ചു തരാൻ പറയുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ നിസ്കാരത്തിന്റെ ഒടുവിൽ അതാ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വീണ്ടും എല്ലാ അമലുകളും എല്ലാ ഇബാദത്തുകളും തിരുക്കാഴ്ചയായി സമർപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ അവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അള്ളാഹ്ക്ക് മാത്രം സമർപ്പിച്ച് അള്ളാഹുവിന്റെ അടിമയെ അള്ളാഹുവിന്റെ ഹബീബിനെ ഒഴിവാക്കിയാൽ പറ്റില്ല. അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ മഹാനരായ മഹോന്നതരായ അഷ്റഫുൽ ഖൽഖായ നബിയേ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ സലാമാകുന്ന തിരുകാഴ്ച ഞാനിതാ സമർപ്പിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാൻ കാണിക്ക വെക്കുന്നു, ഹദിയ വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന അതിപുണ്യകർമ്മമായ നിസ്കാരം അത് ചെയ്യാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്.